ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബൈബിൾ ക്വിസാണ്. ബൈബിളിലെ എത്ര പ്രാവശ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളാണ്. ഇന്നത്തെ സ്പെഷ്യൽ ബൈബിൾ ക്വിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്യാനുള്ള സമയം കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരങ്ങളൊക്കെ വരുന്നത് ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 5 പ്രാവശ്യം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ചോദ്യത്തിന് ശേഷവും ഒരു പ്രാവശ്യമെന്നാണ് നമ്മുടെ ബൈബിൾ ക്വിസിന്റെ ഉത്തരമെങ്കിൽ നിങ്ങൾ 1 കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് അവസാനം നമ്മുടെ ഉത്തരങ്ങൾ എത്ര എണ്ണം ശരിയായി എന്ന് നോക്കാം. നമുക്ക് വേണ്ടി ഈ സ്പെഷ്യൽ ബൈബിൾ ക്വിസ് തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം, പത്രോസ് തുപ്പട്ടി ദർശനം കണ്ടത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 3 പ്രാവശ്യം. അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായം 5, 10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യോസഫ് തൻ്റെ സഹോദരന്മാരെ തന്നെത്താൻ വെളിപ്പെടുത്തിയത് എത്രാം പ്രാവശ്യമാണ്? ഉത്തരം 2 പ്രാവശ്യം. അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, രാജാവിൻ്റെ പടിവാതിൽക്കൽ മൊർദെഖായി ഇരുന്നത് എത്രാം പ്രാവശ്യം കന്യകമാരെ ശേഖരിക്കുന്ന സമയത്താണ്? ഉത്തരം 2 പ്രാവശ്യം. എസ്തേറിന്റെ പുസ്തകം 2 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, സങ്കീർത്തനക്കാരൻ ദിവസത്തിൽ എത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കും? ഉത്തരം 7 പ്രാവശ്യം. സങ്കീർത്തനം 119 അധ്യായം 164 വാക്യം. അടുത്ത ചോദ്യം, നെഹമ്യാവ് യെരൂശലേമിൽ ശുദ്ധീകരണം വരുത്തിയിട്ട് യെരൂശലേമിന് പുറത്ത് കച്ചവടക്കാരും പലചരക്കുകാരും എത്ര പ്രാവശ്യം പാർത്തു? ഉത്തരം 1-2 പ്രാവശ്യം. നെഹമ്യാവിന്റെ പുസ്തകം 13 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ഏലിയാവിനോട് ദൂതൻ ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞത് എത്രാം പ്രാവശ്യമാണ്? ഉത്തരം 2 പ്രാവശ്യം. 1 രാജാക്കന്മാർ 19 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ദാവീദ് യോനാഥാനെ എത്ര പ്രാവശ്യം നമസ്കരിച്ചു? ഉത്തരം 3 പ്രാവശ്യം. 1 ശമൂവേൽ 20 അധ്യായം 38, 41 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബിലയാമിന്റെ കഴുത ദൂതന്റെ മുൻപിൽ നിന്ന് എത്ര തവണയാണ് മാറിക്കളഞ്ഞത്? ഉത്തരം 3 പ്രാവശ്യം. സംഖ്യാപുസ്തകം 22 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, മോശ പാറയെ എത്ര വട്ടമാണ് അടിച്ചത്? ഉത്തരം 2 പ്രാവശ്യം. സംഖ്യാപുസ്തകം 20 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, എത്രാം പ്രാവശ്യമാണ് ഗംഭീരധ്വനി കേൾക്കുന്നത്?
ഉത്തരം രണ്ടാം പ്രാവശ്യം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, കുഷ്ഠരോഗ ശുദ്ധീകരണം വരുത്തുവാൻ എത്ര പ്രാവശ്യം പുരോഹിതൻ ഉറവു വെള്ളം തളിക്കണം? ഉത്തരം 7 പ്രാവശ്യം. ലേവ്യപുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, ദാവീദിനെ പിടിക്കാൻ നയ്യോത്തിൽ ശൗൽ എത്ര പ്രാവശ്യം ദൂതന്മാരെ അയച്ചു? ഉത്തരം 3 പ്രാവശ്യം. 1 ശമൂവേൽ 19-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അമ്പ് എത്ര പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു എന്നാണ് യോവാശിനോട് എലീശ പറഞ്ഞത്? ഉത്തരം 5-6 പ്രാവശ്യം. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 14, 19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ശിംശോൻ എത്ര പ്രാവശ്യം ചതിച്ചെന്നാണ് ദലീല പറഞ്ഞത്? ഉത്തരം 3 പ്രാവശ്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, പാവി എത്ര പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് എത്ര പ്രാവശ്യം നന്മ വരുമെന്നാണ് സഭാപ്രസംഗി പറഞ്ഞത്? ഉത്തരം 100 പ്രാവശ്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, തുറന്ന കത്തുമായി എത്രാം പ്രാവശ്യമാണ് സൻബല്ലത്ത് തൻ്റെ ഭൃത്യനെ നെഹമ്യാവിൻ്റെ അടുക്കൽ അയച്ചത്? ഉത്തരം 5-ാം പ്രാവശ്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ജാതികളുടെ ദേശങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുവാൻ കർത്താവ് എത്രാം പ്രാവശ്യം കൈനീട്ടും? ഉത്തരം 2-ാം പ്രാവശ്യം. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു എത്ര പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി? ഉത്തരം 3 പ്രാവശ്യം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നീയും എത്ര പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്കും മനോബോധമുണ്ടെന്നാണ് സഭാപ്രസംഗി പറഞ്ഞത്? ഉത്തരം പല പ്രാവശ്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശലോമോൻ യാഗപീഠത്തിൽ ആണ്ടിൽ എത്ര പ്രാവശ്യമാണ് ധൂപം കാട്ടിയിരുന്നത്? ഉത്തരം 3 പ്രാവശ്യം. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഏലിയാവ് എത്ര പ്രാവശ്യം ബാല്യക്കാരനോട് കടലിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു?
ഉത്തരം 8 പ്രാവശ്യം. 1 രാജാക്കന്മാർ 18 അധ്യായം 43, 44 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസ് എത്ര പ്രാവശ്യം തടവിലായി? ഉത്തരം അധികം പ്രാവശ്യം. 2 കൊരിന്ത്യർ 11 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് എത്രാം പ്രാവശ്യം കൊരിന്തിൽ പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം 3-ാം പ്രാവശ്യം. 2 കൊരിന്ത്യർ 12 അധ്യായം 14 വാക്യം, 13 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, സെഖര്യാവ് ദൂതനോട് 2 ഒലിവ് കൊമ്പിനെ കുറിച്ച് ചോദിച്ചത് എത്രാം പ്രാവശ്യമാണ്? ഉത്തരം 2-ാം പ്രാവശ്യം. സെഖര്യാവിന്റെ പ്രവചനം 4 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ബലം ദൈവത്തിനുള്ളതെന്ന് എത്ര പ്രാവശ്യം ദൈവം അരുളി ചെയ്തു? ഉത്തരം 1 പ്രാവശ്യം. സങ്കീർത്തനം 62 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, എലീശയുടെ ദൂത് മുഖേന ഇസ്രായേൽ രാജാവ് തന്നെത്താൻ രക്ഷിച്ചത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 1 പ്രാവശ്യവുമല്ല, 2 പ്രാവശ്യവുമല്ല. 2 രാജാക്കന്മാർ 6 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, എത്ര പ്രാവശ്യം ബിലയാം ഇസ്രായേൽ ജനത്തെ ആശീർവദിച്ചു എന്നാണ് ബാലാക്ക് പരാതി പറഞ്ഞത്? ഉത്തരം 3 പ്രാവശ്യം. സംഖ്യാപുസ്തകം 24 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, തെസ്സലോനിക്കയിലുള്ള പൗലോസിന്റെ യാത്ര സാത്താൻ തടഞ്ഞത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 1-2 പ്രാവശ്യം. 1 തെസ്സലോനിക്കർ 2 അധ്യായം 18 വാക്യം. ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.